താൽക്കാലിക വെടിനിർത്തലിനു ശേഷം ഗസയിൽ IDF ആക്രമണം പുനരാരംഭിക്കുമ്പോൾ ഇസ്രയേൽ ഏറ്റവും വലിയ വിമർശനമുയർത്തിയത് ബന്ധുക്കളുടെ കുടുംബങ്ങളായിരുന്നു. ഇനിയും ഗസയിൽ ആക്രമണം നടത്തിയാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നായിരുന്നു അവർ ഉയർത്തിയ പ്രധാന വിമർശനം. എത്രയും പെട്ടെന്ന് അവരെ സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള നയതന്ത്ര നടപടികൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ ബന്ദികൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നായിരുന്നു ഈ ആശങ്കകളോട് പ്രതികരിച്ച് ഇസ്രായേൽ ഭരണകൂടവും സൈന്യവും വ്യക്തമാക്കിയത്. ബന്ദികളെ പാർപ്പിച്ച സ്ഥലങ്ങൾ തങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. അവർക്ക് ഒരു പരിക്കുമില്ലാതെയാകും സൈനിക നടപടികളെന്നും അവകാശവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രയേലി അമേരിക്കൻ പൗരൻ ഐദാൻ അലക്സാണ്ടറിനെ പാർപ്പിച്ചിരുന്ന വീട്ടിൽ IDF ബോംബിട്ടതായി റിപ്പോർട്ടുകൾ വന്നത്. ഹമാസ് സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. ഐദാന്റെ സംരക്ഷണ ചുമതലയിൽ ഉണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും യുവാവിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ലെന്നുമായിരുന്നു ഹമാസ് അറിയിച്ചത്. ഇപ്പോഴിതാ ബന്ദികളെ പാർപ്പിച്ചിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചതായുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബന്ദികളെ രക്ഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് അൽ ഖസാം ബ്രിഗേഡ്സ് ഇക്കാര്യം അറിയിച്ചതെന്ന് ഫലസ്തീൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ബന്ദികളെ പാർപ്പിച്ചിരുന്ന ഒരു തുരങ്കത്തിലാണ് ഇസ്രായേൽ ബോംബിട്ടത്. തുരങ്കത്തിന്റെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞത് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങോട്ടുള്ള പ്രവേശന മാർഗവും ഇതേ തുടർന്ന് അടഞ്ഞ നിലയിലായിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനമാണ് തുരങ്കത്തിൽ ബോംബിട്ടതെന്നാണ് ഹമാസ് വിശദീകരിക്കുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അൽ ഖസാം ബ്രിഗേഡ്സ് അംഗങ്ങളാണ് മണ്ണും അവശിഷ്ടങ്ങളും നീക്കി രക്ഷാപ്രവർത്തനം നടത്തിയത്. ബന്ദികളും അൽ ഖസാം അംഗങ്ങളും തമ്മിലുള്ള സംഭാഷണം പശ്ചാത്തലത്തിൽ കേൾക്കാം. മണ്ണിടിഞ്ഞ തുരങ്കത്തിന്റെ കവാടത്തിൽ നിന്ന് കേൾക്കാമോ, അല്പം കാത്തിരിക്കൂ എന്നെല്ലാം അകത്തേക്ക് വിളിച്ചു പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർ. ശ്വാസം കിട്ടുന്നില്ലെന്നായിരുന്നു ഇതിന് അകത്തുനിന്ന് ലഭിച്ച മറുപടി. ശരീരമാകെ വേദനിക്കുന്നുവെന്നും ബന്ദികൾ പറയുന്നുണ്ട്. ഏതാനും സമയമെടുത്ത് ബന്ദികളെ സുരക്ഷിതമായി പുറത്തെത്തിച്ചതായാണ് വിവരം. മുഖത്ത് ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ച ഒരു ബന്ദിയെ ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസ് വെളിപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നാണ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഗസ ആക്രമണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഇസ്രായേൽ ബന്ദി ഐദാൻ അലക്സാണ്ടറിന്റെ വീഡിയോ നേരത്തെ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ബന്ദികളെ കൊല്ലാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്നാണ് യുവാവ് കുറ്റപ്പെടുത്തിയത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. അൽ ഖസാം വക്താവ് അബു ഉബൈദ ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത്. ഐദാന് സുരക്ഷ ഒരുക്കിയിരുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ ഐദാന്റെയും സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെയും സ്ഥിതിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇവരെ ബന്ധപ്പെടാനാകുന്നില്ലെന്നുമായിരുന്നു സംഘം അറിയിച്ചത്. ഇസ്രായേൽ ഗസയിൽ രൂക്ഷമായ വ്യോമാക്രമണം തുടരുമ്പോഴും ബന്ദികളെയെല്ലാം സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് അബു ഉബൈദ പറഞ്ഞത്. എന്നാൽ ശത്രു സൈന്യത്തിന്റെ കടുത്ത ബോംബാക്രമണത്തെ തുടർന്ന് അവരുടെ ജീവൻ അപകടത്തിലാണെന്നും അൽ ഖസാം വക്താവ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ വൈകിപ്പിക്കുന്ന കാലത്തോളം ബന്ദികളുടെ കാര്യവും കൂടുതൽ അപകടത്തിലാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ബന്ദിമോചനത്തിനല്ല സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ബസലേൽ സ്മോട്രിച്ച് വ്യക്തമാക്കിയത്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിച്ച് മുനമ്പ് പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിലാണ് ഭരണകൂടം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നായിരുന്നു സ്മോട്രിച്ച് വ്യക്തമാക്കിയത്. ഈ പരാമർശം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ബന്ധുക്കളുടെ കുടുംബങ്ങളും സാമൂഹിക പ്രവർത്തകരുമെല്ലാം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്.